മിനി ബ്രസീൽ എന്നറിയപ്പെടണമെങ്കിൽ ബിജാർപൂരിലെ ഫുട്ബോൾ ഗരിമ എന്താണെന്ന് ഊഹിക്കാമല്ലോ. നിരവധി ഫുട്ബോൾ താരങ്ങളെ സമ്മാനിച്ച മേഖല. 5-നും 18 വയസ്സിനുമിടെ പ്രായമുള്ള നൂറുകണക്കിന് പേരെ പരിശീലിപ്പിക്കുന്ന നിരവധി ഫുട്ബോൾ കളരികളുണ്ടിവിടെ. പഠനത്തേക്കാൾ ഫുട്ബോളിന് പ്രാധാന്യം നൽകുന്ന കളി ആരാധകരുള്ള സ്ഥലം. ഷാദോൽ ജില്ലാ ആസ്ഥാനത്തുനിന്ന് 4 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്ക് ദൂരം. വടക്കുകിഴക്കൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡുമായി അതിർത്തി പങ്കിടുന്ന വനമേഖല. ബിജാർപൂരിലെ പ്രധാന ഫുട്ബോൾ ഗ്രൗണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. കാട്ടാനക്കൂട്ടം ഗ്രൗണ്ടിലും പരിസരത്തും കയറി വിലസിയതാണ് കാരണം. തുടർന്ന് ജില്ലാ കലക്ടർ ഫുട്ബോൾ പരിശീലന കളരികൾ കുറച്ചു ദിവസത്തേക്ക് നിർത്തിവെപ്പിച്ചു. ഇത് വലിയ വാർത്തയായി. സമൂഹ മാധ്യമങ്ങളിലൂടെ ബിജാർപൂരിന്റെ ഫുട്ബോൾ ഖ്യാതി ലോകത്ത് പരന്നു. അതിനിടെ മറ്റൊരു സുപ്രധാന നീക്കം മധ്യപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുമുണ്ടായി. മിനി ബ്രസീലിന്റെ അടക്കം ഫുട്ബോൾ മികവിനായി സ്പെയിനിലെത്തി കരാറുണ്ടാക്കി മുഖ്യമന്ത്രി മോഹൻ യാദവ്. മാഡ്രിഡിലെ ലാലിഗ ആസ്ഥാനത്തെത്തി കരാറും ഒപ്പിട്ടു. സ്പാനിഷ് പരിശീലകരെത്തും. മധ്യപ്രദേശ് ഫുട്ബോളിനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സ്പാനിഷ് ബി ഡിവിഷൻ ക്ലബ്ബുകളിലേക്ക് മധ്യപ്രദേശ് ഫുട്ബോളർമാരെ പരിശീലനത്തിനയക്കാനും കരാർ സഹായിക്കും. മോഹൻ യാദവ് വ്യക്തമാക്കി. अंतर्राष्ट्रीय स्तर के खिलाड़ी हमारे यहाँ तैयार हो, एशियाड हो, ओलंपिक हो या और कोई टूर्नामेंट हो, हमारी प्रतिभाओं को पर्याप्त मौका मिले, खेल के अवसर मिले. इसलिए उन्नत खेल के देशों के साथ में भी अच्छे क्लबों से संपर्क हो और वो सब चीजें हमारे यहाँ भी आए. ബന്ധാവ്ഘട്ട് കടുവാ സംരക്ഷണ കേന്ദ്രത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. വനവും ഖനനവുമുണ്ട്. ഛത്തീസ്ഗഡ് വനത്തിൽ നിന്ന് കാട്ടാനകൾ ഗ്രാമത്തിലെത്തിയത് ഗ്രാമീണരെ പേടിപ്പിച്ചു. കന്നുകാലികളുടെ ശല്യമാണ് ഗ്രൗണ്ടിൽ സാധാരണയുള്ളത്. കളിസ്ഥലം വൃത്തികേടാക്കും. കാട്ടാനയിറക്കം കുട്ടി ഫുട്ബോളർമാരുടെ പരിശീലനത്തെ പ്രതിസന്ധിയിലാക്കിയെന്ന് ഗ്രാമീണർ. പോഡ്കാസ്റ്റിലൂടെ പ്രമുഖ ജേർണലിസ്റ്റ് ലെക്സ് ഫ്രീഡ്മാനും പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തും മിനി ബ്രസീലിനെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നു. മിനി ബ്രസീൽ ഫേമസ് ആണ്. എങ്കിലും കാട്ടാനക്കൂട്ടം ബിജാർപൂർ ഗ്രാമത്തിന്റെ ഫുട്ബോൾ ഖ്യാതിക്ക് തങ്ങളാലാവും വിധം സംഭാവന ചെയ്തിരിക്കുന്നു ഇപ്പോൾ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.